ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പേടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലം നശിപ്പിക്കുകയും ചെയ്തവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയി ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേരുണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്ക് എന്ന് അവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. 1-ാം ചോദ്യം: ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ശിഷ്യരോട്. 2-ാം ചോദ്യം: നിന്റെ സഹോദരന് തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഉത്തരം: അവനെ ശാസിക്കുക. 3-ാം ചോദ്യം: പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. ഇത് ഈശോ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: 10 കുഷ്ഠരോഗികളോട്. 4-ാം ചോദ്യം: താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന് കുഷ്ഠരോഗി ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം: സമരിയാക്കാരൻ. 5-ാം ചോദ്യം: ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം: ഫരിസേയർ. 6-ാം ചോദ്യം: ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് പെയ്തത് എന്താണ്? ഉത്തരം: തീയും ഗന്ധകവും. 7-ാം ചോദ്യം: ശവം എവിടെയാണോ ഉള്ളത് അവിടെ വന്നു കൂടുന്നത് എന്താണ്? ഉത്തരം: കഴുകന്മാർ. 8-ാം ചോദ്യം: ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആര്? ഉത്തരം: മനുഷ്യപുത്രൻ. 9-ാം ചോദ്യം: ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ഫരിസേയരോട്. 10-ാം ചോദ്യം: ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ആരാണ് കർത്താവിനോട് പറഞ്ഞത്? ഉത്തരം: അപ്പസ്തോലന്മാർ.